ഹലോ വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്. മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു കിഡിലൻ ഡിസ്കഷനാണ് നമ്മളിന്ന് നൽകാൻ പോകുന്നത്. ബ്രില്യൻ ടിവിയുടെ പോഡ്കാസ്റ്റിംഗിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ കൂടെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണുള്ളത്. ഒന്ന് നമ്മുടെ ശശികുമാർ സാറാണ്. വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു. അതേപോലെ തന്നെ ആകാശ് ഉണ്ട്. ആകാശ്, സ്വാഗതം. താങ്ക് യു. ആകാശ്, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ? അടിപൊളിയായിട്ട്, നല്ല മഴയുണ്ട് ഇപ്പോൾ. എല്ലാവരും നല്ല കിടിലൻ മഴയാണല്ലേ? പക്ഷെ ചില സ്ഥലങ്ങളിൽ തീരെ മഴയില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുണ്ട് അല്ലേ? അത് മാത്രമല്ല, ഒരുപാട് മഴക്കാല രോഗങ്ങളൊക്കെ ഉണ്ട്, വരുന്ന ഒരു സമയമാണ്. എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം അല്ലേ? പൊതുവെ വരുന്ന രോഗങ്ങളൊക്കെ തന്നെ വലിയ മാത്രമല്ല, ഇപ്പം പ്രധാനപ്പെട്ട ബ്ലാക്ക് ഫംഗസ്, വൈറ്റ് ഫംഗസ്, പിന്നെ യെല്ലോ ഫംഗസും കൂടി വന്നിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യെല്ലോ ഫംഗസ്. ഇതുപോലുള്ള രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ കവർ ചെയ്തുകൊണ്ട്, അതുപോലെ കോവിഡിനെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ വിജയത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ പഴയകാല ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സമയം കൂടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നന്നായി സർക്കാരുകൾ, അധികാരികളും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് രക്ഷപ്പെടാവുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഒപ്പം തന്നെ നമ്മൾ സ്വയം തന്നെ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ട് മുൻകരുതലും സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകണേ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതെ, ശശികുമാർ സാർ പറയും. അപ്പം ഇന്നത്തെ ചോദ്യം നമുക്ക് ചോദിക്കാം. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? അതെ, വളരെ നല്ലൊരു ചോദ്യമാണ്. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം മത്സര പരീക്ഷയിൽ മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അത് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആകാശിന് പറയാൻ പറ്റുമോ? നാഗർഹോൾ ആണത്. അതെ അതെ, നാഗർഹോൾ ദേശീയോദ്യാനം ഉണ്ടല്ലോ. നമ്മൾ മുമ്പ് ടൂർ പോയിട്ടുണ്ട് അവിടെ. നമ്മൾ സ്റ്റാഫ് എല്ലാവരും കൂടെ പോയിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? നാഗർഹോൾ, കർണാടകയിൽ എല്ലാവരും കൂടെ അല്ലേ? ഓർമ്മയുണ്ടല്ലോ. നാഗർഹോൾ ദേശീയോദ്യാനം വളരെ പ്രസിദ്ധമായിട്ടുള്ള ദേശീയോദ്യാനമാണ്. അതെ അതെ അതെ, നാഗർഹോൾ ദേശീയോദ്യാനമാണ് കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കബനി. കാരണം 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്നത്. അതെ, കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഒന്നാണ് കബനി. അതെ, പ്രധാനപ്പെട്ട നദിയാണ് കബനി. മറ്റൊന്ന് ഭവാനിയാണ്. വെരി ഗുഡ്. 3 നദികൾ ഭവാനി, അതുപോലെ കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ, അതിൽ ഏകദേശം 240 കിലോമീറ്ററോളം ദീർഘമുള്ളതാണ് കബനി നദിയെങ്കിലും കേരളത്തിലൂടെ പോകുന്നത് വെറും 56.6 കിലോമീറ്റർ ഉള്ളൂ. 56.6 കിലോമീറ്ററാണ് കേരളത്തിൽ കബനി ഒഴുകുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി എന്ന കാര്യം കൂടി ഓർക്കുക. യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. നമുക്ക് പുരാണങ്ങളിൽ കബനിക്ക് പറയുന്ന പേരാണ് കപില. അതെ, പ്രാചീന കാലത്ത് ചൂർണി എന്ന് പറയുന്നുണ്ടല്ലോ പെരിയാറിന്. അതെ, പെരിയാറിന് ചൂർണി എന്ന് പറയാറുണ്ടല്ലോ. പുരാതന ഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശിക്കുന്ന ചൂർണി എന്നാണ്. അതേപോലെയാണ് കബനി നദിക്ക് പറയുന്ന പേരാണ് കപില. ഈ പെരിയാറും ഇതേപോലെ തന്നെ വളരെ വിശാലമായി നമുക്ക് പഠിക്കേണ്ട ഒരു ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ നദിയല്ലേ? അതെ അതെ. മാത്രമല്ല, മത്സര പരീക്ഷയിൽ നിരവധി തവണ ഈ പെരിയാറിന്റെ പോഷക നദികളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പോഷക നദികളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഈ പോഷക നദികളിൽ തന്നെ ഏറ്റവും അടുത്തുള്ള മത്സര പരീക്ഷയിൽ വരെ ചോദിച്ചതാണ് പെരുന്തുറയാറ്, മുല്ലയാറ്, കട്ടപ്പനയാറ്, ചെറുതോണി. ഇതൊക്കെ ചെറുതോണി പുഴ അല്ലെങ്കിൽ ചെറുതോണി ആറ് എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ പെരിയാറിന്റെ പോഷക നദികളാണ്. ആകാശിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെമ്മറി കോഡ് ഞാൻ പറയാം. കുറെ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. എന്നാൽ പോലും പെരിയാറിന്റെ ചില പോഷക നദികളെ ഒന്ന് കണക്ട് ചെയ്ത് ഞാനിപ്പോൾ പറയാം. ഓക്കെ, പെരുന്തുറയിൽ നിന്നും മുല്ലയും മുതിരയും കട്ടപ്പന വഴി ചെറുതോണിയിൽ കടത്തി. പെരുന്തുറയിൽ നിന്നും മുല്ലയും മുതിരയും കട്ടപ്പന വഴി ചെറുതോണിയിലേക്ക് കടത്തി. സംഭവം ഇതാണ്. പെരുന്തുറയിൽ നിന്നും എന്നോട് ഉദ്ദേശിച്ച് പെരുന്തുറയാറ്, മുല്ലയും മുതിരയും എന്ന് പറഞ്ഞത്. മുല്ലയും എന്ന് പറഞ്ഞാൽ മുല്ലയാറ്, മുതിര എന്ന് പറഞ്ഞാൽ മുതിരപ്പുഴയാണ്. അതെ. പിന്നെ കട്ടപ്പന വഴി, കട്ടപ്പനയാറ് ആണ് കട്ടപ്പന ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ കട്ടപ്പന വഴി നമ്മൾ ചെറുതോണിയിലേക്ക് കടത്തി. അപ്പോൾ ചെറുതോണിയാറ്. തീർച്ചയായും വ്യത്യാസമായിട്ട് ഓർത്ത് വെക്കാൻ പറ്റിയൊരു കാര്യമാണത്. കാരണം നമുക്ക് കൺഫ്യൂഷൻ ആവുന്നതിന് ഒരു ഓർഡറും കിട്ടും. ഓർഡറിൽ നിന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് ആളുകൾക്ക് ഇപ്പോഴും നമ്മൾ മനസ്സിൽ കാണാം അല്ലേ സാറേ? അതെ അതെ അതെ. അങ്ങനെ മനസ്സിൽ കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വന്നത് എവിടെ നിന്നായിരുന്നു? കബനിന്നാണ് കിട്ടുന്നത്. അപ്പോൾ കബനിയിലേക്ക് നമ്മൾ തൽക്കാലം തിരിച്ചു കാണാം. പെരിയാറിനെ പറ്റി പിന്നെ ഒരു കിഴക്കോട്ട് ഒഴുകിയ നദിയിൽ നിന്ന് പിന്നെ പടിഞ്ഞാറോട്ട് വന്നു പോയതാണ്. അപ്പോൾ നമ്മൾ കിഴക്കോട്ട് വീണ്ടും തിരികെ വരികയാണ്. അതിൽ കബനി ഉത്ഭവിക്കുന്ന സ്ഥലം വയനാട് ജില്ലയിലെ വയനാട്ടിലെ തൊണ്ടാർമുടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് കബനി ഉത്ഭവിക്കുന്നത്. തൊണ്ടാർമുടി. അതെ, തൊണ്ടാർമുടി എന്ന സ്ഥലത്താണ് കബനിയുടെ ഉത്ഭവസ്ഥാനം. അതെ. അപ്പൊ കബനി നദി കാവേരി നദിയുമായി ചേരുന്ന സ്ഥലത്തിന്റെ പേര് ഏതാണ്? അതെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും കാവേരിയിലേക്കാണ് കബനി നദി വന്ന് പോകുന്നത്. കബനിയുടെ പതനസ്ഥാനമാണ് കർണാടകയിലെ കാവേരി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞ വളരെ കറക്റ്റായിട്ടൊരു പോയിന്റാണ്. കാവേരി നദിയുമായി ചേരുന്ന സ്ഥലമാണ് തിരുമാക്കുടൽ അല്ലേ? തിരുമാക്കുടൽ.
തിരുമക്കുടൽ അല്ലെങ്കിൽ തിരുമാക്കുടൽ എന്നൊക്കെ പറയാറുണ്ട്. അതെ, ആ പേര് കേട്ടാൽ തന്നെ അറിയാം ഒരു തമിഴ് ടച്ചുള്ള പേരാണ്. ആണ് തീർച്ചയായിട്ടും അല്ലേ. തമിഴ് അല്ലെ കർണാടക അതേപോലെയുള്ള ഒരു ടച്ചുള്ള നെയിമാണിത് അല്ലേ. ഇനി നമ്മൾ ഈ കബനിയെ പറ്റി പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. കുറുവാ ദ്വീപ് പോയിട്ടുണ്ടോ? ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ പോയിട്ടുണ്ടാവും. കുറുവാ ദ്വീപ് വളരെ പ്രസിദ്ധമായ ദ്വീപാണ്. അതേപോലെ തന്നെ നല്ല സഞ്ചാരികൾക്ക് ഏറ്റവും രസകരമായ ട്രക്കിങ്ങിനൊക്കെ തീർച്ചയായിട്ടും വിഷ്വൽ ബ്യൂട്ടി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. വയനാട്ടിൽ ഒരുപാട് ട്രക്കിംഗ് പ്ലേസസ് ഉണ്ട്. അതിനുശേഷം വന്ന് കുളിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണ് എല്ലാ ട്രക്കിംഗ്. എന്നിട്ട് എല്ലാ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് കുളിക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മളെ കുറുവാ ദ്വീപ് എന്ന് പറയുന്നത്. മനോഹരമായിട്ടുള്ള പ്ലേസ് ആണ് കുറുവാ ദ്വീപ്. അതിന് പ്രത്യേകിച്ച് അവിടുത്തെ കല്ലുകളാണ്, അവിടെ ശിലകളുടെ പ്രത്യേകത വളരെ ഇതാണ്. പ്രത്യേക മിനുസത്തിൽ പ്രത്യേക രീതിയിലുള്ള കല്ലുകളാണ്, വളരെ നല്ല ഭംഗിയുള്ളതാണ്. ആളുകൾ കൊണ്ടുവരാറുണ്ട്. ശരിയാണത്. കുറുവാ ദ്വീപ് അപ്പോൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കബനി നദിയിലാണെന്നുള്ള കാര്യം നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഓർത്തിരിക്കുക. അതേപോലെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ബാണാസുര സാഗർ. ബാണാസുര സാഗർ വളരെ പ്രസിദ്ധമാണ്. ഏഷ്യയിലെ മണ്ണാണ് അല്ലേ? അതെ, ഏഷ്യയിലെ ഏറ്റവും എർത്ത് ഡാം. വളരെ പ്രധാനപ്പെട്ട, ഏഷ്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ എർത്ത് ഡാമുകളിൽ ഒന്നാണ് നമ്മുടെ ബാണാസുര സാഗർ. അതെ അതെ, മണ്ണട എന്ന് പറയും, അതിലെ എർത്ത് ഡാം. തീർച്ചയായിട്ടും അവിടെ ചെയ്യുന്നത് കബനിയിലാണ്. അവിടെ അതെ. അതേപോലെ തന്നെ അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ബാണാസുര സാഗർ ഡാമിൽ സോളാർ പാനലുകൾ വെച്ച് ഒഴുകി നടക്കുന്ന സോളാർ പാനൽ അതെ ഉണ്ട്, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതെ, അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇതെല്ലാം അപ്പോൾ ശ്രദ്ധിക്കുക. ബാണാസുര സാഗർ ഡാമിലാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കബനിയിലാണ്. അപ്പോൾ വയനാട്ടിൽ വലിയൊരു വൈവിധ്യപൂർണമായ ഒരുപാട് സംഭവങ്ങൾ വയനാട്ടിലുണ്ട്. വയനാട്ടിൻ്റെ കാലാവസ്ഥ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. വയനാട് അറിയപ്പെടുന്നത് തന്നെ വയനാടിൻ്റെ കാലാവസ്ഥ കൊണ്ട് അറിയപ്പെടുന്നത് കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിൽ ഊട്ടി എന്നുള്ള പല തരത്തിലുള്ള ഊട്ടി ഉണ്ട് അല്ലേ സാർ? അതെ, വ്യത്യസ്തമായ ഊട്ടികളുണ്ട് കേരളത്തിൽ. അതിൽ ഒന്നാണ് വയനാട് ജില്ല. വയനാട് ഇതിൽ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ടാകും. അതായത് കേരളത്തിന്റെ ഊട്ടി, കേരളത്തിന്റെ മിനി ഊട്ടി, മലബാറിന്റെ ഊട്ടി, മലപ്പുറത്തിന്റെ ഊട്ടി, ഇങ്ങനെ കുറെ ഊട്ടികളുണ്ട് കേരളത്തിലുണ്ട്. വയനാടിനെ പറ്റി പറയുമ്പോൾ ലക്കിടിയിൽ എന്താ അറിയപ്പെടുന്നുണ്ടായിരുന്നല്ലോ. ലക്കിടി സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒന്നാണ്. ഞാൻ അതിനെപ്പറ്റി ഒരു ക്ലാസ്സസ് ഒരു സെഷനിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായിട്ട് ഒരു സംഭവം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ഡീറ്റെയിലും കൂടി കൊടുക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് ഈ കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ലയാണ് വയനാട്. അങ്ങനെ കേരളത്തിന് മിനി ഊട്ടി എന്നറിയപ്പെടുന്നത്, കേരളത്തിന് മിനി ഊട്ടി എന്ന് പറയുന്നത് അരിമ്പ്ര ഹിൽസ് ആണ്. അരിമ്പ്ര ഹിൽസ് ആണ്, അതായത് കേരളത്തിന്റെ മിനി ഊട്ടി എന്നറിയപ്പെടുന്നത്. അരിമ്പ്ര ഹിൽസ് കേരളത്തിന്റെ മിനി ഊട്ടി എന്നറിയപ്പെടുന്നതാണ്. അത് മാറിപ്പോതിരിക്കാൻ ഒരു കാര്യം ഓർക്കുക. ഈ അരിമ്പാറ എന്ന് പറയുന്ന സംഭവം അല്ലേ, കയ്യിലുണ്ടാവുന്ന അല്ലെ, ആളുകൾക്ക് ഉണ്ടാവുന്ന അങ്ങനെ പല പേരുകളാണ്, ഓരോ സ്ഥലത്ത് ഓരോ പേരുകളാണ് അല്ലേ. അരിമ്പാറ അല്ലെ, ഒരു വൈറസ് ഇതാണ് അരിമ്പ്ര ഹിൽസ്. അരിമ്പാറ മാറാൻ വേണ്ടിയിട്ട് മിനി ഹിൽസിൽ പോയി അല്ലേ. അരിമ്പാറ മാറാൻ വേണ്ടി മിനി ഹിൽസിൽ പോയി അല്ലേ. ഇങ്ങനെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം, ഊട്ടിക്കടുത്തുള്ള ഹിൽസിൽ പോയി എന്ന് പറയാം. അരിമ്പാറ മാറാൻ വേണ്ടി മിനി ഊട്ടിക്കടുത്തുള്ള ഹിൽസിൽ പോയി. അപ്പൊ അങ്ങനെ മിനി ഊട്ടി എന്നുള്ളത് കണക്ട് ആയി വരും അല്ലേ. അപ്പൊ അരിമ്പാറ മാറാൻ വേണ്ടി ഹിൽസിൽ പോയി. അരിമ്പ്ര ഹിൽസ് എന്നറിയപ്പെടുന്ന മിനി ഊട്ടിയാണ്. വേറെ ഏതാ സാർ? മറ്റൊന്നാണ് മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് വയലടയാണ്. കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലാണ് വയലട സ്ഥിതി ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്, ഒരുപാട് സിനിമയൊക്കെ അവിടെ ഷൂട്ട് ചെയ്തു. ഏറ്റവും നല്ല ഒരു പ്രകൃതി രമണീയമായ നല്ല കാലാവസ്ഥ, അതാണ് ഊട്ടി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇതിനൊരു ചെറിയ മെമ്മറിക്കിലൂടെ വേണമെങ്കിൽ ഇതൊന്ന് പറയാം. അതെ, ഇപ്പൊ മലബാറിന്റെ ഊട്ടിയാകെ വയലാടാ. മലബാറിന്റെ ഊട്ടിയാകെ വയലാടാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം വയലടയാണ്. ഓർത്ത് വെക്കാൻ പറ്റും. കോഴിക്കോട് ജില്ലക്കാർക്ക് ചിലപ്പോൾ വയലട പെട്ടെന്ന് ഓർമ്മ വന്നാലും മറ്റുള്ള ജില്ലക്കാർക്ക് ഓർമ്മ വരണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മലബാറിന്റെ ഊട്ടിയാകെ വയലാട അല്ലേ, രീതിയിൽ ഓർത്തിരിക്കുക. ശശികുമാർ സാറിന്റെ ഒരു ട്രിക്ക്. ഇനി മറ്റൊരു ഊട്ടി കൂടി പറയാം. മലപ്പുറത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. മലപ്പുറത്ത് അതെ, അത് കൊടികുത്തി മലയാണ്. കൊടികുത്തി മല. അപ്പൊ ഇതിനെ നമുക്ക് മനസ്സിലാക്കി വെക്കാൻ ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ പറയാം. മലപ്പുറത്തിന്റെ ഊട്ടിയിൽ കൊടികുത്തി മല ഇറങ്ങി. കൊടികുത്തി മലയിറങ്ങി. മലപ്പുറത്തിന്റെ ഊട്ടിയിൽ കൊടി കുത്തിയിട്ട് മലയിറങ്ങി.
കൊടികുത്തി മലയാണ് മലപ്പുറത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം. വെരി ഗുഡ്. നല്ല 2 മെമ്മറി ടിപ്സുകളാണ്. നമ്മളെ സുഹൃത്തുക്കൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെമ്മറി ടിപ്സുകൾ തന്നെയാണ്. എല്ലാവരും ഇതൊക്കെ ഓർത്തിരിക്കുക. നമ്മൾ ഇതുപോലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പ്രത്യേകിച്ച് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് പഠിക്കുക. നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും പറയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും ടെൻഷനും സ്ട്രെസ്സൊക്കെ അടിച്ചാണ് ആളുകൾ വീട്ടിലിരിക്കുന്നത്. മുമ്പ് എല്ലാവരും പറയുന്നത് സമയമില്ല എന്ന്. ഇനി ആകാശം ഒരിക്കലും സമയമില്ല എന്ന് പറയില്ല. സമയം കൊണ്ട് കളിയാണ്. സമയം എങ്ങനെ പോയി കിട്ടുന്നതാണ്. അതെ. പക്ഷെ എങ്കിൽ പോലും ആളുകൾക്ക് ഇത്രയും സമയം ഉണ്ടെങ്കിൽ ആളുകൾക്ക് പഠിക്കാൻ സമയമില്ല. വീട്ടിലിരുന്ന് വേറെ ഓരോ കാര്യത്തിലേക്ക് പോയിട്ട് പഠിക്കാൻ സമയമില്ല. അതെ. വെറുതെ ആളുകൾ ഇരുന്നാലും ആൾക്ക് പഠിക്കാൻ സമയമില്ല എന്നാൾ പറയാറുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഭയങ്കര ബോറിംഗ് ആണ് പഠനം. അപ്പൊ നമ്മൾ റിലാക്സ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്യുക അല്ലേ. ഇപ്പൊ ഇനി അവർക്ക് പഠിക്കാൻ സമയമില്ല എന്ന് പറയാനുള്ള ഒരു പ്രയാസമില്ല. ഇതിനു വേണ്ടി ഒരു പ്രത്യേക സമയം മാറ്റി വെക്കേണ്ടത് ആവശ്യമില്ല. ഏത് ജോലി ചെയ്യുമ്പോഴും കേട്ട് പഠിക്കാം. വെരി ഗുഡ്. അതെ. ഇപ്പൊ വീട്ടമ്മമാരെ സംബന്ധിച്ചുള്ള അവരെന്തെങ്കിലും കിച്ചണിൽ വോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഓൺ ചെയ്ത് ഇങ്ങനെ കേട്ട് പഠിക്കാം. അതിനായിട്ട് ഇരുന്ന് പഠിച്ച് ബോറിംഗ് അതുപോലെ ആവേണ്ട ആവശ്യമില്ല. കേട്ട് പോകാം. സിമ്പിൾ ആയിട്ട് അവർക്ക് കേട്ട് പഠിക്കാവുന്ന രീതിയിലാണ്. ഇപ്പൊ നമ്മുടെ സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമുകളെല്ലാം ഇതേപോലെയാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ അറിയിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വാട്സപ്പിലൂടെയുള്ള ട്രെയിനിങ് പ്രോഗ്രാം അത് എല്ലാ ആളുകൾക്കും വളരെ സാധാരണക്കാരായ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റണമെന്ന രീതിയിലാണ് നമ്മൾ 100 രൂപ മാത്രമേ നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് വാങ്ങുന്നുള്ളൂ. ഇപ്പം നമ്മളൊരു മാസത്തോളമായി ക്ലാസ്സസ് തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് അറിയിക്കുക. കാരണം ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട്, അതോടൊപ്പം തന്നെ മെമ്മറി ടിപ്സുകളുണ്ട്. പിന്നെ രാവിലെ എഴുന്നേക്കാൻ ആകാശിനെ പോലെ മടിയുള്ള ആളുകൾക്ക് ഒക്കെ ആകാശ് രാവിലെ എഴുന്നേക്കുന്നുണ്ട് അല്ലേ സാറേ? എണീച്ചാൽ മാത്രമേ ഒട്ടേറെ ആളുകൾ എണീക്കേണ്ടതുണ്ടല്ലോ. ആകാശം രാവിലെ 5 മണി മുതൽ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ആ സമയത്ത് പ്രത്യേകിച്ച് സിമ്പിൾ ആയിട്ടുള്ള ചില മെഡിറ്റേഷനുകൾ, ആളുകൾ പലപ്പോഴും സ്ട്രെസ് ടെൻഷനൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവർക്ക് സിമ്പിൾ ആയിട്ടുള്ള ചില മെഡിറ്റേഷൻ മെത്തേഡുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ മെഡിറ്റേഷൻ മെത്തേഡുകൾ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിനൊരു ചേഞ്ചസ് ഫീൽ ചെയ്യും. ഒന്ന് റിലാക്സേഷൻ മെത്തേഡുകൾ യൂസ് ചെയ്യുക. സിമ്പിളായിട്ടുള്ള മെഡിറ്റേഷനാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളറിയാതെ നമ്മളെ മാനസിക പിരിമുറുക്കങ്ങൾ, സ്ട്രെസ്, ടെൻഷൻസ് ഒക്കെ കുറയും. അതെല്ലാം ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിനെ പറ്റി അറിയാത്ത സുഹൃത്തുക്കളുടെ അവരെയൊക്കെ ഇത് പരമാവധി അറിയിക്കുക നമ്മുടെ ക്ലാസ്സുകളെ പറ്റി. വെറും 100 രൂപയ്ക്ക് ഏതൊരു സാധാരണക്കാരനും ഒരു മാസം പഠിക്കാൻ പറ്റും. എന്തൊക്കെ ആകാശം നമുക്കുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട്, പ്രാക്ടീസ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ എക്സാമുകള്, പിന്നെ ഓഡിയോ ക്ലാസ്സസ് ഉണ്ടാവും, ക്ലാസ്സുകൾ എല്ലാം നമുക്ക് ഇതെല്ലാം ഉൾപ്പെടെയുള്ള കോഴ്സാണ്. ഞാൻ ഇതിന് ഇത്രയും വിശദമായി പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് നമ്മൾ യൂട്യൂബിലും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടേ നമ്മുടെ മറ്റു സുഹൃത്തുക്കളും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഈ ഒരു ക്ലാസ് മാത്രം നമ്മൾ യൂട്യൂബിലും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ചോദിച്ചു നിങ്ങൾ എങ്ങനെ ക്ലാസ്സുകൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ ഒറ്റ ക്ലാസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആണ് കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ സാർ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ മറ്റു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരികയാണെങ്കിൽ അത് നമ്മുടെ കബനി നദിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റ് 2 നദികളും കൂടി കിഴക്കോട്ട് ഒഴുകുന്ന നദികളുണ്ട്. അപ്പൊ അതിലേക്ക് വരാം അല്ലേ? അത് ഭവാനിയും പാമ്പാറുമാണ് അല്ലേ? അതിൽ നമ്മൾ ഭവാനി നദിയുടെ ആകെ നീളം എന്ന് പറഞ്ഞാൽ 217 കിലോമീറ്റർ ആണെങ്കിലും അത് കേരളത്തിലൂടെ പോകുന്ന 37.5 കിലോമീറ്റർ മാത്രമാണ്. 37.5 കിലോമീറ്റർ ആണ് കേരളത്തിലൂടെ ഭവാനി ഒഴുകുന്ന നീളം അല്ലേ? ഉത്ഭവം എവിടെയാണ് സാറേ? അതെ, അത് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റാണ്. നീലഗിരിയാണ്. മാത്രമല്ല അത് തമിഴ്നാട്ടിലാണ് അതിന്റെ പതനസ്ഥാനം എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മത്സര പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് ഭവാനി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദി താഴെ പറയുന്നതിൽ ഏതാണ്? അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, ശിരുവാണി മത്സര പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശിരുവാണി നിങ്ങൾ ഓർത്തിരിക്കുക. ശിരുവാണി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഭവാനി നദിയുടെ അല്ലെങ്കിൽ പോഷക നദിയാണ് ശിരുവാണി എന്ന് പുഴ എന്ന് ഓർക്കുക നിങ്ങൾ. മാത്രമല്ല പാലക്കാട് ജില്ലയിലൂടെയാണ് ഭവാനി ഒഴുകുന്നത്. അപ്പോൾ ഇതുപോലുള്ള പോയിന്റുകൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. പരമാവധി ഇങ്ങനെ സിമ്പിളായ രീതിയിലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തുകൊണ്ട് ഓർത്തിരിക്കുക. എന്ത് സംഭവം ഇതേപോലെ ചെറിയ മെമ്മറി ടിപ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ലോങ് ടൈമിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും അല്ലേ? ഭവാനിയുടെ മറ്റൊരു പോഷക നദി കൂടി ഉണ്ട് കേട്ടോ. അതാണ് വരയാർ എന്നറിയപ്പെടുന്നത് ഭവാനിയുടെ മറ്റൊരു പോഷക നദിയാണ്. ഓ, ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, ഞാൻ ശിരുവാണിയെ പറ്റി പറഞ്ഞല്ലോ. ഈ ശിരുവാണി അണക്കെട്ടുണ്ടല്ലോ, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ഈ ശിരുവാണി അണക്കെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി എന്ന് പറഞ്ഞു. ഈ ശിരുവാണി
ഭവാനിയുടെ പോഷക നദിയാണെന്നുള്ള ആ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതേപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ മത്സര പരീക്ഷയിൽ റിലാക്സ് ചെയ്ത് പഠിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. പ്രധാനപ്പെട്ടതാണ്. കാര്യം ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പഠിക്കുക എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കുക, പഠനം വളരെ രസകരമാക്കുക. അപ്പോൾ നമ്മളെല്ലാ ഇപ്പോഴത്തെ പ്രയാസങ്ങളൊക്കെ തന്നെ മാറി. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ അത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം ഇതേപോലെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ആയിട്ടുള്ള 9995558247 എന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വരാനുള്ള മത്സര പരീക്ഷയിൽ നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഒരു മാനസികമായ പരിവർത്തനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് പലപ്പോഴും സ്ട്രെസ്സും ടെൻഷനും അടിച്ച് വീട്ടിൽ കുത്തിയിരിക്കാതെ റിലാക്സ് ചെയ്ത് പഠിക്കുക. ഒപ്പം തന്നെ നമ്മൾ ഗ്രൂപ്പായിട്ട് പഠിക്കുന്ന സമയത്ത് ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും. അതുവരെയാണ് നമ്മൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സ്റ്റുഡൻസിന് കൊടുത്ത സമയത്തും അവരുടെ ഒക്കെ അഭിപ്രായം ഇതാണ്. ഡിസ്കഷനിലൂടെ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഓർമ്മയിൽ നിൽക്കാനും കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നൊരു അഭിപ്രായം അവർ പറയുന്നുണ്ട്. അതെ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക, മറക്കരുത്. ഇതുപോലെ ഡിസ്കഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണോ എന്നുള്ള കാര്യം കൂടി താഴെ മറന്നുപോകാതെ കമൻറ്റ് ചെയ്യുക. ഒപ്പം നമ്മുടെ മെമ്മറി ടിപ്സുകൾ നിങ്ങൾ ഓർക്കുക. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെരിയാറിൻ്റെ പോഷക നദികളെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഊട്ടികളെ പറ്റി പറഞ്ഞു. നിരവധി ഊട്ടികൾ അല്ലേ, ഊട്ടിപ്പട്ടണം ഊട്ടികളെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക, റിലാക്സ് ചെയ്ത് പഠിക്കുക. അപ്പോൾ മറ്റൊരു അധ്യായത്തിൽ തൊട്ടടുത്ത ഓഡിയോ ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ശശികുമാർ സാറിൻ്റെയും അതുപോലെ തന്നെ ആകാശിൻ്റെയും കൂടെ ഇറ്റ്സ് മീ സൂര്യ തനീഷ് എല്ലാവർക്കും ഒരു നന്ദി പറയാം അല്ലേ? എല്ലാവർക്കും നന്ദി. Okay, wish you have a great day. It's me Surya Tanish. Bye for now.